ഇവിടുത്തെ രണ്ട് പഴയകാല ഇപ്പോഴും അവർ പൊതുപ്രവർത്തകർ തന്നെയാണ്. എങ്കിലും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുറേ ചിന്തകളിലും അല്ലേ നമ്മുടെ എല്ലാ രീതിയിലും ഇതിനു വേണ്ടിയൊക്കെ നിന്നിട്ടുള്ള രണ്ട് പൊതുപ്രവർത്തകർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പെരുമ്പളം ദ്വീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാൽപ്പനികമായിട്ട് പറഞ്ഞ ജലം കൊണ്ട് മുറിവേറ്റവരെന്ന് പറയില്ലേ, സിനിമയിൽ പറഞ്ഞ പോലെ ഈ ജലം പെരുമ്പളത്തെ ഭൂരിപക്ഷം പേർക്കും ജീവനാശ്രയമാണ്. അതോടൊപ്പം തന്നെ ഈ ജലം കൊണ്ട് മുറിവേറ്റ ജീവിതങ്ങളാണ് പെരുമ്പളത്തുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ കല്യാണം ആലോചനകൾ മുടങ്ങുന്നത്, ബോട്ട് സമയത്ത് ബോട്ടുണ്ടായിരുന്നില്ല നേരത്തെയൊക്കെ. പണ്ടിവിടെ ഒരു ജലപാതയാണെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനുമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ജലഗതാഗതം മാർഗമായിരുന്നു ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചത്. അപ്പോൾ പോലും പെരുമ്പളത്ത് ടച്ച് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം ആയിരുന്നില്ല. അതിനുശേഷമാണ് യാത്രാ ബോട്ടുകൾ ഉണ്ടാകുന്നത്. യാത്രാ ബോട്ടുകൾ ഉണ്ടായതിനു ശേഷമാണെങ്കിലും പെരുമ്പളത്ത് പരിമിതമായ യാത്രാ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. പിന്നെ കടത്തുവള്ളങ്ങളായിരുന്നു ആശ്രയം. കടത്തുവള്ളങ്ങൾ ഈ വേമ്പനാട് കായലിൽ മിക്കവാറും പ്രക്ഷുബ്ധമാവാം, അല്ലെങ്കിൽ ഈ പോളപ്പായൽ തിങ്ങി യാത്ര മുടങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മനുഷ്യൻ ഒരേ തരത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അടിയന്തര ചികിത്സ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പെരുമ്പളത്തുകാർക്ക് ഇതൊക്കെ മറികടക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ട് എങ്കിൽ പോലും സംഭവിക്കുന്ന ആകസ്മികമായി ഉള്ള സംഗതികളിൽ പതറിപ്പോവും. ഇപ്പോൾ ഒരു പ്രസവത്തിൻ്റെ ഡേറ്റ് മുൻകൂട്ടി പറയുന്ന ഡേറ്റ് അതിനേക്കാൾ എക്സ്പെക്റ്റഡ് ഡേറ്റിന് മുന്നേ പ്രസവവേദന ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പെരുമ്പളത്തുകാർ വിഷമത്തിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും വള്ളത്തിൽ പ്രസവിച്ച ചരിത്രം ഉണ്ടാവും, അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്താൻ പറ്റാത്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മ അടക്കം രാത്രി നെഞ്ചുവേദന ഉണ്ടാകുന്നു, ബോട്ടില്ലല്ലോ, വള്ളം ഇറക്കാൻ ബുദ്ധിമുട്ടി, മക്കളെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി കിടന്ന അവസാനം വേദന കഠിനമായപ്പോൾ വെളുപ്പിനായപ്പോൾ ആണ് പറയുന്നത് ആശുപത്രിയിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ മരിക്കുകയുണ്ടായത്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും വ്യക്തിപരമായി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ പെരുമ്പളത്തെ സംബന്ധിച്ച് ആൾക്കാർ, ഇവിടുത്തെ ജനങ്ങൾ വളരെ മുന്നേ തന്നെ ഈ ബോട്ട് ഫലപ്രദമായ ബോട്ടിംഗ് സംവിധാനം വേണമെന്നും പറഞ്ഞ് ഞങ്ങളടക്കം സമരം ചെയ്തിട്ടുണ്ട്. ധാരാളം കേസുകളിൽ ഞങ്ങളൊക്കെ പ്രതിയായിട്ടുണ്ട്. ജോലി കിട്ടിയതിന് ശേഷവും ഞങ്ങൾ ബോട്ട് മുടങ്ങുന്നത് സംബന്ധിച്ച് പ്രതിഷേധിച്ച് കേസിൽപ്പെട്ടിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചത്. അതിനുശേഷം പാലം വേണമെന്നുള്ളൊരു ആവശ്യം പണ്ടേ ഉണ്ടായതാണ്. വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് എന്നുള്ള സംവിധാനം വരുന്നതിന് മുന്നേ തന്നെ ഉള്ള സമരങ്ങളിലെ ഒക്കെ ഡിമാൻഡുകളായിട്ട് ഉയർന്നിട്ടുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് 1984 ആദ്യമായിട്ടൊരു സംഘടിത ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് വ്യക്തികൾ എന്നുള്ള നിലയിൽ ശ്രീധരൻ പടക്കാരനെ പോലുള്ള ആൾക്കാരൊക്കെ പാലത്തെക്കുറിച്ചുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. KB ഭാസ്കരൻ അതുപോലെയുള്ള പൊതുപ്രവർത്തകരായിരുന്നു അവർ. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ പണ്ടത്തെ കാലത്ത് ഇത്തരം സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ സംഘടിത രൂപം ആരംഭിക്കുന്നത് 84 DYFയുടെ നേതൃത്വത്തിലായിരുന്നു അല്ലേ. അതിനുശേഷമാണ് പിന്നെ ഒരു സർക്കാരിന് ഇത് ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് വന്നത്. ഇപ്പോൾ അത് ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ പെരുമ്പളത്തൊരു ഉത്സവമാണിത്. പാലം വരുന്നു എന്നുള്ളത് കേരളത്തിൽ വേറെ ഒരിടത്തും ഇങ്ങനെ പാലം വരുന്നതിൻ്റെ പേരിൽ ഇത്ര ആഘോഷമൊന്നുമില്ല. 7 ദിവസം ഉള്ള ആഘോഷമാണ് പെരുമ്പളത്ത് നടക്കുന്നത്. ഇല്ല, 7 ദിവസത്തേക്ക് മനുഷ്യരാകെ ഏറ്റെടുത്തു പെരുമ്പളത്തിൻ്റെ പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനം എന്നുള്ളത് ഒരു മഹോത്സവമാണ്. ഇപ്പോൾ മഹോത്സവം, ഇപ്പോൾ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് പെരുമ്പളത്തുകാർ ഇതിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 7ാമത്തെ ദിവസം ആയ 7-ാം തീയതി ഒരു മഹോത്സവമാണ്. പെരുമ്പളത്തുകാർ മുഴുവൻ ഉണ്ടാകും. രാവിലെ പ്രഭാത ഭക്ഷണം വരണവർക്ക് മുഴുവൻ സൗജന്യമായിട്ട് കൊടുക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം മുഴുവൻ പേർക്കും കൊടുക്കും. അത് പെരുമ്പളത്ത് ഓരോ മനുഷ്യരും ഓരോ വ്യക്തി സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ഇതിന് സ്പോൺസർ ചെയ്യുകയാണ്. 7 ദിവസത്തെ പരിപാടിയും വ്യത്യസ്ത പ്രദേശങ്ങളിലാണ് നടക്കുന്നത്. ആളുടെ കൂട്ടമാണ്, ഒഴുകിയെത്തുവാണ് എല്ലാ പ്രദേശത്തും. അങ്ങനത്തെ ഒരു വലിയ ആഘോഷത്തിലാണ് ജനങ്ങൾ. മറ്റെവിടെ ഉള്ളതിനേക്കാൾ പാലത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്